ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണല്ലേ, നമ്മൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും പല ടെക്നീഷ്യന്മാരും നോർമൽ വർക്കിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ്. അറിയാലോ, ഒരു നോർമൽ ടെക്നീഷ്യന് കിട്ടുന്ന സാലറി കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അവന്റെ ഒരു ആശങ്കയാണ്, ശരിക്കും അപ്ഡേഷൻ കോഴ്സ് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവോ, അല്ല ഞാൻ ഇതിൽ തന്നെ തുടർന്നാൽ മതിയോ, ശരിക്കും ഒരു അപ്ഡേഷന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചിന്ത പലപ്പോഴും മനസ്സിൽ വരാറുണ്ട്. അങ്ങനെ നോർമൽ വർക്ക് ചെയ്യുന്നവരോട് എന്താണ് നവാസ് പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയാനുള്ളത്? 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. ഏത് സ്ഥാപനത്തിൽ പോയി നോക്കി നമ്മളൊരു കോഴ്സ് ചെയ്യുകയാണെങ്കിലും പറയും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ റിപ്പയറിംഗിൽ ഇങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുണ്ട്. കാരണം അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഒരു സ്റ്റുഡന്റിനോട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം വേക്കൻസികൾ ഇപ്പൊ നമുക്കൊരു മാസം ഒരു 100 കുട്ടികൾ പഠിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് വരുന്ന വേക്കൻസികളുടെ എണ്ണം 200-ൽ കൂടുതലാണ്. അതായത് ആവശ്യക്കാർ കൂടുതലാണ്, പക്ഷേ ടെക്നീഷ്യന്മാർ കുറവാണ്. ഇപ്പോഴും ഞങ്ങൾ നിരന്തരം ഇടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം വേക്കൻസി വീഡിയോകൾ ഒരുപാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ, ഇത്തരം അവസരങ്ങൾ നിങ്ങൾ മിസ് ചെയ്യരുത്. ജോലിയില്ല, നല്ല വേക്കൻസി ഇല്ല, നല്ല സാലറി ഇല്ല എന്ന് പറയുന്നവർ തീർച്ചയായും, കാരണം സമാനമായുള്ള പല സ്ഥാപനങ്ങളും വേക്കൻസി അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്യാറുണ്ട്. ഇത്തരം അവസരങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. നിങ്ങൾക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ ഇപ്പം കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒരു നോർമൽ ടെക്നീഷ്യനായിട്ട് വന്നു, അപ്ഡേഷൻ കോഴ്സ് ചെയ്തു, ചിപ്ലാൽ വേക്കൻസി, അതും വിദേശത്ത് വിസ അടക്കം വന്നു. ഇന്ന് നമുക്കത് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. അപ്പം തന്നെ ഈ മേഖലയുള്ള സ്കോപ്പ് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിലവിൽ ഈ ഒരു മേഖല ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ചൂസ് ചെയ്യുക, നല്ലൊരു മേഖലയാണ്. നിലവിൽ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അപ്ഡേഷൻ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടം ആ സ്ഥാപനത്തിൽ പോയി അപ്ഡേറ്റ് ചെയ്യൂ, ഫ്യൂച്ചർ സെറ്റ് ആക്കൂ. നമുക്ക് ആ ഫീഡ്ബാക്ക് ഒന്നുകൂടി കേൾക്കാം. ആർക്കാണ് നിലവിൽ എന്തൊരു വേക്കൻസി റെഡി ആയെന്ന് പറയുന്നുണ്ടല്ലേ? ആർക്കാണ് വിസ ഇന്ന് വരാൻ നിൽക്കുന്നത്? ആരാണ്? ഓ, താങ്കളാണോ? ആ, ഓക്കെ, പറയൂ. എന്താണ് പേര്? നവാസ് എവിടെയാ സ്ഥലം? മലപ്പുറം. പറ നവാസെ, എന്താണ് കോഴ്സ് ജോയിൻ ചെയ്തു, കോഴ്സ് തീരുന്നതിന് മുന്നേ വിസ വന്ന എങ്ങനെയാ അത് ലോജിക്ക്? എന്താ സംഭവിച്ചത് ശരിക്കും? 24 ദിവസം കഴിഞ്ഞ് ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാര്യത്തിൽ വേക്കൻസി സാറിനോട് ചോദിച്ചു, സാർ അങ്ങനെ ആരാണ്? സാദിഖ് സാർ തന്നെയാണോ തന്നത്? ഓക്കെ, അപ്പോൾ എവിടത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്? സൗദിയിലേക്കാണ്. വിസന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞോ? വിസന്റെ കാര്യം വിസ നാളെ എത്തും. ഓക്കെ, അപ്പോൾ പോകാൻ തയ്യാറായി. ക്ലാസ് കഴിഞ്ഞിട്ട് എത്ര ദിവസം കൊണ്ട് പുറപ്പെടണം? ക്ലാസ് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ 20 days ഒക്കെ പറയുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണല്ലേ, നമ്മൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും പല ടെക്നീഷ്യന്മാരും നോർമൽ വർക്കിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ്. അറിയാലോ, ഒരു നോർമൽ ടെക്നീഷ്യന് കിട്ടുന്ന സാലറിയും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അവന്റെ ഒരു ആശങ്കയാണ്, ശരിക്കും അപ്ഡേഷൻ കോഴ്സ് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവോ, അല്ല ഞാൻ ഇതിൽ തന്നെ തുടർന്നാൽ മതിയോ, ശരിക്കും ഒരു അപ്ഡേഷന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചിന്ത പലപ്പോഴും മനസ്സിൽ വരാറുണ്ട്. അങ്ങനെ നോർമൽ വർക്ക് ചെയ്യുന്നവരോട് എന്താണ് നവാസിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയാനുള്ളത്? അതെന്തായാലും ഞാൻ ഇപ്പോൾ ഒരു 2 year 3 year നോർമൽ ടെക്നീഷ്യനായിട്ട് നിന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് അപ്ഡേഷൻ കഴിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് വിസ എടുത്ത് കയറിയാലോ, അത് തന്നെ ഉദാഹരണമാണല്ലേ. തീർച്ചയായും അപ്പോൾ ഈ നോർമൽ ടെക്നീഷ്യന്മാരോട് ഈ കോഴ്സ് ചെയ്യാന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതെന്തായാലും ചെയ്യണം. തീർച്ചയായും. അപ്പോൾ തീർച്ചയായും ചെയ്താൽ ഗുണം ഉണ്ടാവും. കോഴ്സ് തീരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വേക്കൻസി കിട്ടിയാൽ ഒരുപാട് സന്തോഷം.